സലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂരൊന്നും സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം മുടക്കല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ്. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഹബീബിങ്ങളെ, ഈ ഡയസിലിരിക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരടക്കമുള്ള പണ്ഡിതന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ അത് പാലക്കാട് ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നുമൊക്കെയുള്ള ഒരുപാട് പ്രതിനിധികൾ ഇവിടെയുണ്ട്. പോകുമ്പോൾ പാലക്കാട് നിന്നോ ഒറ്റപ്പാലത്തു നിന്നോ നല്ലൊരു ബൈക്കറിയിൽ കയറിയിട്ട് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുപോയിക്കോളും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയില്ല, കാരണം പൈസ പോണ പരിപാടിയാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഗിഫ്റ്റുമായി വന്നപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെവിടെന്നാണ് എന്ന് ചോദിച്ചു. അതൊരു ഫീമെയിൽ സൈക്കോളജിയാണ്. എവിടെന്നാണ് എന്ന് ചോദിച്ചപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറ്റൊരു പത്നി നിങ്ങൾക്ക് തന്നയച്ചതാണ് എന്ന് പറഞ്ഞു. ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു അത്, അലീസ പോലെയുള്ള ഒരു സാധനം. വേറെ ഒരു പത്നി തന്നയച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴേ ആയിഷ ബീവിക്കത് ദേഷ്യമായി. അതൊരു ഫീമെയിൽ സൈക്കോളജിയാണ്. മൊത്തത്തിൽ സൈക്കോളജിയാണല്ലോ നമ്മുടെ ജീവിതം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരതലങ്ങളിൽ നിന്ന് പാത്രം ഒരു തട്ട് വെച്ചു കൊടുത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നിലത്തേക്ക് ചിതറി വീണു. എന്റെ ദേശമംഗലത്തെയോ നിങ്ങളുടെ നാട്ടിലെയോ ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലാനുള്ള മിനിമം റീസൺ ആയിട്ടുണ്ട്. കറിയിൽ ഉപ്പില്ലാത്തതിന് പോലും തലാക്ക് ചെല്ലുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷോഭ്യനായി അവിടെ നിലത്തേക്ക് കുനിഞ്ഞിരിക്കുകയാണ്. ചിതറിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പാത്രത്തിലേക്ക് തന്നെ എടുത്തു വെക്കുകയാണ്. ആയിഷ ബീവി അതിങ്ങനെ നോക്കി നിന്നു. ഹബീബിങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആരാണ് ആ നിലത്ത് കുനിഞ്ഞിരുന്ന് ഭക്ഷണം പെറുക്കിയെടുക്കുന്നത്? സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപഥങ്ങൾ, മാമലകൾ, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, അർശ്, കുർശ്, ലൗഹ, കലം, ബൈത്തുൽ ഉസ്സ, ബൈത്തു മഅ്മൂർ, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ, പാറി വന്നിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റ തൈലന്ത വൃക്ഷമായ സിദ്റത്തുൽ മുൻതഹ, എല്ലാം പടയ്ക്കാൻ കാരണഭൂതര ഞാനും നിങ്ങളുമാണ് ആ കുനിഞ്ഞിരുന്നതെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുനിഞ്ഞെടുത്ത് രണ്ടാമത്തെ തവണ ആയിഷ ബീവിയുടെ നേരെ നീട്ടി കഴിച്ചോളൂ ആയിഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് വാശി പിടിച്ചപ്പോഴും ദാരിമി ഉസ്താദ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം പറയാം. തങ്ങളവറുകൾ ഭക്ഷണം കഴിക്കാൻ പോകും. അത് തിരിച്ചു വന്ന് നിക്കാഹ് കട നടക്കും. ഈ അവാർഡ് വിതരണം ചെയ്യും. അതിൻ്റെ ഒരു ഇടവേളയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഓരോ സദസ്സിനും അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ടൈം ആൻഡ് ടൈഡ് വൺസ് ലോസ് കനോട്ട് ബി റിഗൈനഡ്. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. വമല്ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതി കുല്ലു ഔഖാതിഹി നഖ്സ്. ഇമാമുന ശാഫഈ. നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വെയിൽ ചൂട് സഹിക്കുന്നത്. അത്ര സുഖകരമല്ലാത്തൊരു വേദിയാണിത്. നല്ല ചൂടുണ്ട്. ഫാൻ ഉണ്ടെങ്കിലും ചൂടുണ്ട്. നമുക്ക് വിശക്കുന്നുണ്ട്. 1:20 ലൈഫിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക. നമ്മളൊക്കെ ചില ആളുകൾ ഇങ്ങനെ ആഘോഷിക്കും. മനാഫിനെ ആഘോഷിച്ചു. ഒരു കാര്യമില്ലാതെ മനാഫിനെ ആഘോഷിച്ചു. ആ ശിരൂരിലെ അർജുൻ പെട്ടുപോയപ്പോൾ ത്യാഗം സഹിച്ചൊരു മനുഷ്യന്. ഇങ്ങനെ നമ്മൾ ഓരോ കാലത്തും ചില കൾട്ടുകളെ ഇങ്ങനെ ആഘോഷിക്കും.
സ്വന്തം ലൈഫിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല, ഒരാൾക്ക് വേണ്ടി സഹിക്കാൻ നമുക്ക് സമയമില്ല. അതേസമയം നമുക്ക് വേണ്ടി മറ്റെല്ലാവരും സഹിക്കണം. അതുകൊണ്ടാണ് ഈ സദസ്സിന്റെ ഒരു അസ്വസ്ഥത. ഇങ്ങനെ ചിലർ എഴുന്നേറ്റ് നടക്കുന്നു, ചിലർ ഫുഡ് കഴിക്കാൻ പോകുന്നു, പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല, ചിലർ സംസാരിക്കുന്നു. അത് സുഖകരമായ ഒരു പരിപാടിയില്ല. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ മനസ്സിലാവും. ഹബീബിങ്ങളെ, ആയിഷ ബീവിയുടെ നേരെ ആ ഭക്ഷണം രണ്ടാമത്തെ തവണ നീട്ടിയപ്പോൾ ആയിഷ ബീവി എന്ന നമ്മുടെ ഉമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു തുള്ളുമ്പി, ആ ചുണ്ടുകൾ സങ്കടത്താൽ വിതുമ്പി വിറച്ചു. ഹബീബായ പ്രവാചകരുടെ നെഞ്ചത്തേക്ക് വീണ പാത്രം വാങ്ങി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഹബീബേ, അങ്ങക്ക് വിഷമമായോ നബിയെ? അങ്ങയെ ഞാൻ ബുദ്ധിമുട്ടിച്ചോ നബിയെ? ആയിഷയോട് പൊറുക്കണേ നബിയെ എന്ന് പറയുന്നുണ്ട്. തന്റെ പ്രേയസിയെ ചേർത്തു പിടിച്ച് യമനി പട്ടിന്റെ മാർദ്ദവമുള്ള പുണ്യനബിയുടെ തിരുകര സ്പർശ സായുജ്യം ഇങ്ങനെ തഴുകിയിട്ട് പറഞ്ഞു, കരയല്ലേ മുത്തേ ആയിഷ, കരയല്ലേ മുത്തേ ആയിഷ. പിന്നീട് ലൈഫിൽ ഒരിക്കലും പ്രവാചകരോട് ആയിഷ ബീവി ദേഷ്യപ്പെട്ടിട്ടില്ല. യു കൻ ബ്രേക്ക് ഇൻടു എ ഫോർട്ട്. നിങ്ങൾക്കൊരു കോട്ടക്കകത്തേക്ക് അതിക്രമിച്ച് കയറി ചെല്ലാൻ പറ്റും, ബട്ട് നോട്ട് ഇൻ ടു എ ഹേർട്ട്. ഒരു ഹൃദയത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പ്രവാചകൻ അടയാളപ്പെടുത്തുകയായിരുന്നു അവിടെ. ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന, അവരെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരോട് കൂടിയാണ് ആ കാര്യം സൂചിപ്പിച്ചത്. ജീവിതത്തിന്റെ ചന്തചാരുതയുള്ള മനോഹരമായ ദൃശ്യാനുഭവങ്ങള് ജീവിതത്തിലേക്ക് കീറിയെടുത്ത ഒരു ദാമ്പത്യ ജീവിതമുണ്ട്. സയ്യിദത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന ഒരു സ്പിരിച്വൽ നേഷന്റെ, ഒരാത്മീയ സാമ്രാജ്യത്തിന്റെ അധിപനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോഴ് അട്ടുകല്ലിൽ അസുകല്ലിൽ പിടിച്ചിട്ട് അവിടത്തെ കൈകൾ പൊട്ടിപ്പോയി, വിരലുകൾ മുറിഞ്ഞുപോയി. അലി റളിയല്ലാഹു അൻഹ വെള്ളം കോരി ഈത്തപ്പനയുടെ നാരുകൊണ്ടും മെടഞ്ഞുണ്ടാക്കിയ കയറുകൊണ്ടൊരഞ്ഞ് അലി മുർത്തല റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ അടയാളം വീണു. പട്ടിണിയുടെ ദുരിത പരിഭവത്തിലൂടെ പർവ്വത്തിലൂടെയാണ് ദാമ്പത്യം മുന്നോട്ട് പോയത്. ഒരിക്കല് ഫാത്തിമ ബിവിക്ക് ഒരു ഉറുമാമ്പഴം കഴിക്കാൻ അതിയായ കൊതിയുണ്ടായി. സ്ത്രീകൾക്ക് അങ്ങനെ ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പുറത്തു പോയാൽ വാട്സപ്പിൽ മെസ്സേജ് വരും, ഇന്നത് വാങ്ങിക്കൊണ്ടുവരണം. ചിലതൊക്കെ ആവശ്യത്തിനായിരിക്കും, ചിലത് പരീക്ഷണമായിരിക്കാനും സാധ്യതയുണ്ട്. ഫാത്തിമ ബിവിക്ക് ആവശ്യം വന്നിട്ടാണ് ഉറുമാമ്പഴം ചോദിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പൈസ ഇല്ല. അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ജ്ഞാനോദ്യാനമാണെങ്കിൽ അലി അതിലേക്കുള്ള കവാടമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അലി റളിയല്ലാഹു അൻഹു ചെറിയ വേലയെടുത്ത് ഒരു ദിർഹം സമ്പാദിച്ച് പോകാനുള്ളവരൊന്ന് പോവോ എന്നിട്ട് ഞാൻ പറയാം. പോകാനുള്ളവരൊന്ന് പോയിക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ബീബികളെ, നമുക്കിത് ഇങ്ങനെയൊന്നും സംസാരിച്ച് ശരിയാകാത്ത അഹങ്കാരം കൊണ്ടാണ് കരുതണ്ട. അങ്ങനെ കരുതിയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നവരൊന്ന് പോയിക്കോളൂ. ഞാൻ 2 മിനിറ്റ് സമയം തരാം. ആര് പോണില്ലേ? ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. എനിക്ക് തന്നെ വിശന്നിട്ട് വയ്യ. ഉറുമാമ്പഴം വാങ്ങി തിരിച്ചു വരുമ്പോൾ വഴിയിൽ അതീവ ദയനീയമായി ഒരു രോഗി കിടക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ടവളെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി പട്ടിണിയുടെ പരിവട്ടകാലത്തൊരു ഉറുമാമ്പഴവുമായി തിരിച്ചു വരുന്ന അലിയാരുടെ കയ്യിൽ ഉറുമാമ്പഴം കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ആ പഴം എനിക്ക് തരുമോ എന്ന്. കടം വാങ്ങിയ പൈസ കൊണ്ട് വാങ്ങിയെടുത്തു കൊണ്ടുപോകുന്ന ഉറുമാമ്പഴം
വഴിയോരത്ത് കിടക്കുന്ന ഒരാൾ ചോദിച്ചാൽ ഞാനും നിങ്ങളും എന്താ ചെയ്യുക? ഒന്നുകിൽ കാണാത്ത പോലെ പോകും, അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. നിനക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് സമ്മാനം ചെയ്യുന്നതാണ് ശരിക്ക് സദക്ക. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പേന നമ്മൾ ഉപയോഗിച്ച് ഡാമേജ് ആയ ഒരു മൊബൈല് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യം തീർന്ന ഒരു അത്തറു കുപ്പി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ഗിഫ്റ്റ് അല്ല. അത് ഗിഫ്റ്റ് അല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും. പലായനം ചെയ്തു വന്ന മുജാഹിദീങ്ങളായ മുഹാജിരീങ്ങളായ സ്വഹാബിവര്യന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ പകുതി ഭാഗം ചെയ്തു കൊടുത്ത അൻസാറുകളെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാന്മാരെന്ന് ഖുർആൻ അടയാളപ്പെടുത്തി. അലി ആ ഉറുമാമ്പഴം കൊടുത്തു, വീട്ടിൽ തിരിച്ചെത്തി. മ്ലാനവദനായ അലിയെ കണ്ട ഫാത്തിമ ചോദിക്കുന്നുണ്ട്, ഉറുമാമ്പഴം കിട്ടിയില്ല അല്ലേ? വേറൊരു റിപ്പോർട്ടിൽ അത് നിങ്ങൾ സ്വതക്ക ചെയ്തു അല്ലേ എന്നും മുത്തുനബിയുടെ മോള് ചോദിക്കുന്നുണ്ട്. ആഗ്രഹിച്ച ഒന്ന് തന്റെ പത്നിക്ക് കൊടുക്കാൻ കഴിയാത്ത വിഷമതയിൽ നിൽക്കുന്ന അലിയാരിതങ്ങളെ ചേർത്തു പിടിച്ചു ഫാത്തിമ. സരമില്ല മുത്തേ എന്ന് പറഞ്ഞിരിക്കുന്ന നിമിഷം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൂടയുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ 9 ഉറുമാൻ പഴങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഇത് മുത്തുനബി നിങ്ങൾക്ക് സമ്മാനം ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഇത് എനിക്ക് ഉള്ള സമ്മാനമല്ല, ഇത് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാകാൻ തരമില്ല, ഇത് എനിക്കാകില്ല. എനിക്കാണെങ്കിൽ 10 ഉറുമാമ്പഴം വേണം, ഇതിൽ 9 ഉള്ളൂ. അതെന്തുട്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്ന് കൊടുത്താൽ 10 ഇരട്ടി അന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. ഞാൻ ഒരു ഉറുമാമ്പഴം സദക്ക ചെയ്തു, അപ്പൊ 9 ആയുള്ളൂ, 10ാമത്തത് എവിടെ? ചിരിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി തന്റെ മടിയിൽ നിന്ന് ഒരു പഴമെടുത്തു പറഞ്ഞു, ഞാൻ ചുമ്മാ ഒന്ന് പരിശോധിച്ചതാണ്, അവര് കളവ് നടത്തിയതൊന്നല്ല, 10 എണ്ണമാണ് കൊടുത്തയച്ചത് എന്ന് പറഞ്ഞു. ഭൂമിയിലെ ഔദാര്യ കാരുണ്യ വർഷത്തിന് ആകാശത്തിലെ തമ്പുരാന്റെ സന്ദേശം ഇറങ്ങുകയാണ് അവിടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോഴ് ഒരാൾ ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്ന് ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുകയാണ്, നിരീക്ഷിക്കുകയാണ്. ഇദ്ദേഹം ഖുർആൻ ഓതുകയാണ്. ചോദിച്ചു, എന്താ കുറെ നേരമായല്ലോ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഖുർആൻ ഓതില്ലേ? കണ്ടിന്യൂ. അല്ല, പറ, എന്താ കാര്യം? വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കേണ്ട അവധി കഴിഞ്ഞു. നിങ്ങൾ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞാൽ അവധി നീട്ടിത്തരും. പൈസ വേണമെന്നല്ല, അവധി ഒന്ന് നീട്ടിത്തരും. അപ്പൊ നിങ്ങളെ ഒന്ന് കൂട്ടിപ്പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ നിങ്ങൾ ഖുർആൻ ഓതുകയാണ്. വേണ്ട, ഖുർആൻ അങ്ങ് മടക്കി വെച്ചു. ഹബീബിങ്ങളെ, ഖുർആൻ അങ്ങ് മടക്കി വെച്ചു. ആ മനുഷ്യന്റെ പിറകിൽ നടന്നു, കടം നീട്ടിക്കൊടുക്കാൻ അപേക്ഷിക്കാൻ. നിങ്ങൾ ഓർക്കണേ, പരിശുദ്ധ റമളാനിലാണത്. 2 മസ്ജിദുൻ നബവി എന്ന പള്ളിയിലാണ്. 3 ഖുർആൻ ഓതുകയാണ്. 4 അദ്ദേഹം ഇഅ്തികാഫിന്റെ നിയ്യത്തിലാണ്. 5 അദ്ദേഹം നോമ്പുകാരനാണ്. 6 അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒന്നുകൂടിയുണ്ട്, 7 മഹത്വങ്ങളുണ്ട്. നമ്മുടെ പള്ളിയല്ല, മദീനത്തെ പള്ളി. ഇന്നത്തെ ദിവസമല്ല റമളാൻ. വർത്തമാനം പറയുന്നത് പോലെയല്ല ഭജനയിരിക്കുന്നത്, ചുമ്മാ ഇരിക്കുന്നത് പോലെയല്ല ഖുർആൻ ഓതുന്നത്, ഫുഡ് കഴിക്കുന്നത് പോലെയല്ല നോമ്പുകാരൻ. 7 മഹത്വങ്ങളെ മാറ്റിവെച്ച് ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി മദീനയിലെ ബസാറിലൂടെ നടന്നുപോയ മനുഷ്യൻ ആരാന്നറിയോ? റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെട്ട വിശുദ്ധാത്മാക്കളിൽപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരാളാണ്. എന്റെ ഒരു ധാരണയുണ്ട്, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഹജ്ജിനും ഉംറക്കും പോവുക, എന്റെ ജീവിതം സേഫായി എന്ന്, അതാണ് വലിയ കാര്യം എന്ന്. അങ്ങനെയല്ല. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം.
ഖുർആൻ പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങളെ കുറിച്ച് സത്യം ചെയ്തു പറയുന്നുണ്ട് പല ഭാഗങ്ങളിൽ. ഞാനത് ബ്രീഫ് ചെയ്യാണ്, ചുരുക്കി പറയുകയാണ്. കാലത്തെ തന്നെയാണ് സത്യം. മുഫസ്സിറുകൾ പറയുന്നു, കാലത്തെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്താൽ അതീവ ഗൗരവമാണ്. കഴിഞ്ഞുപോയ കാലവും വരാനിരിക്കുന്ന കാലവും തെളിവാണ്. അനദ്ദഹർ, ഞാനാണ് കാലം, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത് എന്ന് അള്ളാഹു പറഞ്ഞതായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, ഈ മഴക്കാലം എന്തോ ഒരു പണ്ടാറക്കാലാന്ന്. കാലത്തെ കുറ്റം പറയരുത്. ഈ കാലം വളരെ മോശമാണ്, എല്ലാവരും മദ്യപന്മാരാണ്, കാലത്തെ കുറ്റം പറയരുത്. അങ്ങനെ ഭൂതകാലം നല്ലത്, പുതിയ കാലം മോശമെന്നുള്ള ഒരു നരേഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കാലവും മോശമല്ല, മനുഷ്യരാണ് മോശമായിട്ടുള്ളത്. കാലത്തിനൊരു പ്രശ്നവുമില്ല. കാലത്തെ പിടിച്ച് സത്യം ചെയ്ത് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, മനുഷ്യൻ ഫെയിലാണ്, മനുഷ്യൻ പരാജയപ്പെട്ടവരാണ്. മനുഷ്യന്റെ അന്വേഷണ തൃഷ്ണയെ, ക്യൂരിയോസിറ്റിയെ ഉയർത്തുകയാണ് ഖുർആൻ. എല്ലാവരും നഷ്ടത്തിലാന്ന് പറഞ്ഞാൽ പടച്ചോനെ എന്നൊരു വിളി നമ്മൾ പെടയും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുർആന്റെ ഒരു ഗ്രാമറ്റിക്കൽ സ്റ്റൈൽ അങ്ങനെയാണ്. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അല്ലാഹ് ആൻഡ് നേച്ചർ ഈസ് ദ വർക്ക് ഓഫ് അല്ലാഹ്. ഖുർആൻ അള്ളാന്റെ കലാമായതുകൊണ്ട് അള്ളാഹുവിന്റെ ചില ലോക്കിംഗ് ഉണ്ടാവും അതിൽ. അള്ളാഹു എന്നിട്ട് മാറ്റിയല്ല, അതിനെ വിശദമാക്കി ഇങ്ങനെ പറഞ്ഞു, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ അവർ പരാജയപ്പെടില്ല. വഅമിലുസ് സാലിഹാത്ത്, സുഹൃതങ്ങൾ ചെയ്തവരും ഒഴികെ. ഇത് പറഞ്ഞ ദീനായി, വിശ്വാസവും അമലുണ്ടായ ദീനായി. ഖുർആൻ അവിടെ നിർത്താതെ പറഞ്ഞു, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, സാമൂഹിക ബാധ്യതയാണ്. പടച്ചോൻ ഇബാദത്ത് ചെയ്യുകയും വിശ്വസിച്ചാലും മാത്രം പോരാ, മനുഷ്യരോട് ബാധ്യത വേണം. എങ്കിലേ മുഅ്മിനാവുള്ളൂ. നമ്മുടെ നിയമസഭയിലെ ഒരു മുസ്ലിം MLA കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, ഗാന്ധിജി പോകുന്ന സ്വർഗത്തിലാണ് ഞാൻ പോവുക, ഗാന്ധിജി സ്വർഗത്തിൽ പോകും. പിന്നെയും ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്, മദർ തെരേസ സ്വർഗത്തിൽ പോകും, അതാണ് സ്വർഗം എന്ന്. അദ്ദേഹത്തിന് അറിയില്ല, അങ്ങനെ ഒരു സ്വർഗം ഈ ലോകത്തില്ല. ഒന്നാമത്തത്, ഗാന്ധിജി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വിശ്വസിക്കുന്നില്ല. മദർ തെരേസ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തെ അംഗീകരിക്കുന്നയാളല്ല. AK ഗോപാലൻ ഇങ്ങനെ ഒരു സ്വർഗം തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാത്തയാളാ. ഇവരെയൊക്കെ സ്വർഗത്തിൽ വിടുമ്പോൾ അയാൾ പറയുന്നത് നന്മ ചെയ്താൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ നന്മ ചെയ്തകളും സ്വർഗത്ത് പോവില്ലേ? ഇല്ല. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വിശ്വാസം വേണം, അവർക്ക് അവരുടെ സ്വർഗം ഉണ്ടാവും. നമ്മൾ അതിനെതിരല്ലല്ലോ. ഓരോരുത്തർക്കും അവരുടേതായ സ്വർഗമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ഈ സ്വർഗത്തിൽ വിശ്വസിക്കണ്ടേ? ഇല്ല. അത്തരം വിഡിത്തമല്ല. ഞാൻ ഇടയിലൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം സർവമത സത്യവാദത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ എല്ലാ മതങ്ങളോടും സ്നേഹത്തോടെ ജീവിക്കാൻ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എല്ലാ മതങ്ങളും ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, പടച്ചോനെ വിശ്വസിക്കുക, സ്വർഗം തുറന്നു തരുമെന്ന മൂഢവിശ്വാസം ആർക്കും വേണ്ട. ഈ രാജ്യത്തെ, ഈ ലോകത്തെ പാവങ്ങളോട്, നിരാലംബരോട്, യതീമുകളോട് കാരുണ്യം കാണിക്കാത്തവന്റെ ഒരു ഹജ്ജും പടച്ചോൻ ആവശ്യമില്ല കേട്ടോ. ഇന്നത്തെ ഒരു ളുഹുർ നിസ്കാരവും അള്ളാഹ്ക്ക് ആവശ്യമില്ല. പാവങ്ങളോട് കരുണ കാണിക്കണം. നോക്കൂ, ഒരു പെരുന്നാളിന്റെ പുലരി ഇവിടെയുള്ള കഴിഞ്ഞ വിവാഹങ്ങളിലൊക്കെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വന്നപ്പോഴേ എന്നോട് ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞു ആ പാട്ട് പാടണമെന്ന്. അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ പാടുകയാണ്. ഒരു പെരുന്നാളിന്റെ പുലരി നോക്കൂ, നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതല്ലേ? സുന്നത്താണെങ്കിലും നമ്മളെ തന്നെ മനസ്സിൽ ജുമുഅക്ക് പോവാത്ത വരെ പെരുന്നാൾ നിസ്കാരത്തിന് വരുന്നില്ല. അതല്ലേ പെരുന്നാളിന് പള്ളി നിറയണത്? നമ്മുടെ പോലും മനസ്സിൽ ഏത് സുബീസ്കാരത്തിനുള്ളാത്തവൻ തറാവീന് പള്ളിയിൽ നിറയണ്ടല്ലോ. നമ്മുടെ ഒരു നരേശൻ അങ്ങനെയാണ്. അപ്പൊ നോക്കൂ, നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതായി കാണുന്ന അല്ലാഹുവിന്റെ റസൂല് സഹാബത്ത് നിസ്കാരത്തിന് വേണ്ടി ഇമാമിനെ കാത്തിരിക്കുക മദീനത്തെ പള്ളിയില്. അപ്പോഴ് അങ്ങാടിയിലെ ജനവാതില് തുറന്ന് അങ്ങാടിയിലേക്കൊന്ന് നോക്കി, ചിത്രശലഭങ്ങളെ പോലെ വർണ്ണശബളിമയാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ്
പിഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ്. അന്നും ഇന്നും പെരുന്നാള് കുട്ടികളുടെ സെലിബ്രേഷൻ ആണ്, കുട്ടികളുടെ ഘോഷമാണ്. അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ ഒബ്സർവ് ചെയ്തു, കുഞ്ഞുങ്ങളെ സ്നേഹിച്ച മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു കുഞ്ഞ് മാറിയിരുന്ന് കരയുന്നു. അല്ലാഹ്, അവന്റെ വസ്ത്രം വളരെ മോശമാണ്. പുണ്യനബി നിസ്കരിക്കേണ്ടയാളാ, പടച്ചോന് ഇബാദത്ത് ചെയ്യേണ്ടയാളാ, പെരുന്നാൾ നിസ്കരിക്കേണ്ടയാളാ. വാതില് തുറന്ന് അങ്ങാടിയിലേക്ക് പോയി. ഹബീബിങ്ങളെ, അൽ-അമീൻ ഓർഫനേജിന്റെ തൂവസന്തങ്ങളായിരുന്ന പെൺകുഞ്ഞുങ്ങളുടെ വിവാഹ കർമ്മത്തിന്റെ സായൂജ്യ സൗരഭ്യ നിമിഷത്തിൽ ഇവിടുത്തെ ജ്ഞാനോദയം സിദ്ധിച്ച പെൺകുട്ടികള് ഫലീല കോഴ്സിന്റെ സനത് ദാനം അഭിവന്ദരായ കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ മശൂറുപറ്റ കൊടപ്പനക്കല തറവാട്ടില് രാജപ്രതാപിയായ PMS പൂക്കോയ തങ്ങളുടെ പൊന്നുമോൻ, വർത്തമാനകാല മുസ്ലിം യുവതയുടെ രാജകുമാരൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ മഹാനരായ, ഞാൻ ഏറെ ഹൃദയത്തോട് സ്നേഹിക്കുന്ന സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങളെന്ന പ്രവാചക പാരമ്പര്യത്തിന്റെ പ്രൗഢമുദ്ര ചാർത്തിയ തിരുസാന്നിധ്യത്തിൽ ഇവിടെ സന്നദ്ധദാനം നടക്കുന്ന ഈ സദസ്സിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു സന്ദേശമാണ് പറയാൻ പോകുന്നത്. നിസ്കാരം മാറ്റിവെച്ച് ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദന കാണാൻ മദീന അങ്ങാടിയിലേക്ക് വീടിന്റെ വാതിൽ തുറന്ന് തിരിച്ചു പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണ്. ആ കുട്ടിയുടെ അടുത്ത് പോയി ആ കുഞ്ഞിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് മദീനയിലെ ചെളിയിൽ കളിക്കുന്ന കുട്ടിയോട് പറയുന്നത് കേരളത്തിന്റെ മഹാനായ കവി പൽമന രാമചന്ദ്രൻ കേകവൃത്തത്തിൽ ശില്പഭദ്രമായ കവിതയിലൂടെ പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തിനാ ഏവം മാഴ്വി നിൽപ്പു നീ ഒരു കോണിൽ തോഴരത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു. എന്തിനാ മോനെ കരഞ്ഞു നിൽക്കുന്നത്? എന്തിനാ? പൽമന രാമചന്ദ്രൻ എന്നൊരു ഹൈന്ദവനായ കവിയാണെന്ന് പറയുന്നത്. ഇത് ഹദീസിലുള്ള സംഭവമാണ്. നോക്കൂ, ഇസ്ലാമിന് പ്രവാചകന് പഠിക്കുന്ന മലയാളത്തിന്റെ അഭിമാനത്തെ ഓർക്കുക. മാഴ്വി നിൽപ്പോ, നീ ഇങ്ങനെ ചിണുങ്ങി കരയുന്നത് എന്തിനാണ്? എന്താ പെരുന്നാൾ ഘോഷിക്കാത്തു? എന്താണ് ഈദ് സെലിബ്രേറ്റ് ചെയ്യാത്തത് കുട്ടികളോടൊപ്പം? ആ കൊച്ചുകുഞ്ഞ് വന്ന ഹബീബിനോട് പറയാണ്, പ്രവാചകരെ എതിർത്തൊര പോരിലല്ലയോ പിതാവയ്യോ മരിച്ചു ഞാൻ ഇന്നനാഥനായി. എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഞാൻ യതീമാണ്, ഭക്ഷണം നൽകാൻ എനിക്കാളില്ല, വസ്ത്രം വാങ്ങിത്തരാൻ ആളില്ല. എങ്ങനെയാണ് ഞാൻ ഈ പെരുന്നാളിനെ ഘോഷിക്കുക? കഴിഞ്ഞ പെരുന്നാളിന് ഞാനും നിങ്ങളും നമ്മുടെ പൊന്നുമക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തില്ലേ? എത്ര വില കുറഞ്ഞത് വാങ്ങിക്കൊടുത്താലും വാശി പിടിച്ചില്ലേ? ട്രെൻഡ് വസ്ത്രം വേണമെന്ന് പറഞ്ഞ് മൊബൈലിൽ ഫോട്ടോ കാണിച്ചു തന്ന് നമ്മളെ വാങ്ങിപ്പിച്ചില്ലേ? അൽ അമീനിലെ 5 വയസ്സ് മുതൽ മുതിർന്ന പ്രായമുള്ള കൊച്ചു പെൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പെരുന്നാളിന് പാലക്കാട് അങ്ങാടിയിൽ ഒരു ബിഗ് ഷോപ്പർ പിടിച്ചു പോകാൻ ഒരു വാപ്പയില്ലാത്ത, വാപ്പ ജീവിച്ചിരുന്നിട്ടും ഉപകാരമില്ലാത്ത, ഉപകാരമുണ്ടായിട്ടും സഹായിക്കാൻ കഴിയാത്ത ദൈന്യതയുടെ കണ്ണുമായി നിൽക്കുന്ന കൊച്ചുകുട്ടികള് അൽ അമീന്റെ ക്യാമ്പസിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോ അവർ സ്കൂളില്ലെങ്കിൽ അവര് നിങ്ങളുടെ മുന്നിൽ ചാടി ഓടി വന്നിട്ട് ഉപ്പാ എന്ന് വിളിക്കാൻ വാപ്പാനെ കാണാത്ത പൊന്നുമക്കള്, ഉമ്മയില്ലാത്ത പൊന്നുമക്കള്, നിങ്ങളിൽ അവരുടെ പിതാവിനെ കണ്ടപ്പോഴ്, നിങ്ങളിൽ അവരുടെ മാതാവിനെ കണ്ടപ്പോഴ്, നിങ്ങളില്ലാത്തപ്പോ നിങ്ങൾക്ക് വേണ്ടി ആഴ്ചതോറും നടക്കുന്ന ദുആ മജ്ലിസില് അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. നിറകണ്ണുകളോടെ ദുആ ചെയ്തില്ലയോ? നിങ്ങൾ ഈ സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഇതിന്റെ കവാടം വരെ നിങ്ങളുടെ കയ്യിൽ തൂങ്ങി അവിടെ നടക്കും. നിങ്ങൾ മിഠായി കൊടുക്കാനല്ല, നിങ്ങൾ അവർക്ക് നേരിട്ട് പൈസ കൊടുക്കാൻ പോലുമല്ല, അവർ ആസ്വദിക്കുകയാണ് ഈ ദിവസം. ഈ യതീംഖാനയുടെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് കഴിയുമ്പോൾ ഇത്തരമൊരു ദിവസമാണ് അവർ ആഘോഷം കാണുന്നത്. നമ്മുടെ മക്കൾ എന്തൊക്കെ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, യതീമിന്റെ കൈ തലയിലൊന്ന് കൈ വെച്ചിട്ട്
എത്ര മുടിയാണ് നിങ്ങളുടെ കരതലങ്ങളിൽ പതിയുന്നത്. അതിന്റെ എണ്ണം കണ്ട് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും തമാശയ്ക്ക് പോലും നുണ പറയാത്ത വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. വഹ്യില്ലാതെ സംസാരിക്കാത്ത മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. തിരക്ക് പിടിച്ച സയ്യിദന്മാർ ഇവിടെ ഇരിക്കുന്നതിന്റെ പ്രത്യേകത. യതീമുകളുണ്ട്, അനാഥരുണ്ട്. എന്നാൽ ഫീസ് കൊടുക്കുന്ന കഴിവുള്ള മക്കളുള്ള ഫാദില കോഴ്സ് ഉള്ളവരുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. ഹബീബിങ്ങളെ, പുണ്യ നബിയാ കുട്ടിയുടെ കൈ പിടിച്ചു, ചെറിയ കുട്ടിയുടെ കൈ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. സഹാബത്ത് ഒളിക്കണ്ണിട്ട് നിൽക്കുകയാണ്. പെരുന്നാളിന് ഇമാമത്ത് നിൽക്കാൻ പുണ്യനബിയെ കാണുന്നില്ല. വീടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് മുട്ടുകുത്തിയിരുന്നു മുഹമ്മദ് മുസ്തഫ. കരയുന്ന കുഞ്ഞിന്റെ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ആ കുഞ്ഞിന്റെ ചുണ്ട് പിടിച്ചു പറയാണ്, മോനെ വാപ്പയില്ലെന്ന് പറയല്ലടാ മുത്തേ, നിനക്ക് യതീമെന്ന് പറയല്ലടാ മുത്തേ, ഞാൻ എന്റെ വാപ്പയാണ്, ഒന്ന് വിളിക്കടാ ബാപ്പാ എന്ന്, ഒന്ന് വിളിക്കടാ ബാപ്പാ എന്ന്. ഉപ്പയില്ലാതെ ജനിച്ച പുണ്യനബി അബവായിന്റെ മരുഭൂമിയുടെ തലങ്ങളുടെ വിജനതയിൽ അമീന ബീവിയെ നഷ്ടപ്പെട്ട് 450 കിലോമീറ്ററുള്ള മക്കയിലേക്ക് ഉമ്മു ഐമൻ എന്ന അടിമപ്പെണ്ണിന്റെ കൂടെ റളിയല്ലാഹു അൻഹാ ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന് തപിക്കുന്ന ആകാശത്തിന് കീഴ് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നടന്നുപോയ മുഹമ്മദ് മുസ്തഫ കൊച്ചുകുഞ്ഞിനോട് പറയും, വാപ്പാന്ന് വിളിക്കടാ. ഇബ്രാഹിമിന്റെ വാപ്പ, അബ്ദുള്ളയുടെ വാപ്പ, പുണ്യനബി പറഞ്ഞു വാപ്പാന്ന് വിളിക്കടാ. ചന്ദ്രശോഭ പോലെയുള്ള ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹരമനോഞ്ചമായ പുണ്യനബിയുടെ പ്രശോഭിതമായ മുഖകമലങ്ങളിലേക്ക് നോക്കിയ കൊച്ചുകുഞ്ഞ് വിളിക്കുകയാണ്, അബീ ബാപ്പാ എന്ന് വിളിക്കുമ്പോഴേ എന്റെ ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്റെ മുസ്തഫാന്റെ ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. കെട്ടിപ്പിടിച്ചു ചുംബിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇത് നമ്മുടെ മകനാ, ഇത് നമ്മുടെ മകനാ, മോനെ വിളിക്കടാ, ഉമ്മാന്ന് വിളിക്കടാ. ആമിന ആയിഷ ബീവിയെ നോക്കി ഉമ്മാന്ന് വിളിച്ചിട്ട് വാതിൽ തുറന്നു മദീന അങ്ങാടിയിലേക്ക് ഓടിയിട്ട് ചിത്രശലഭങ്ങളെ പോലെ വർണ്ണശബളിമയാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് ആർത്തുല്ലസിച്ച് കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറയുകയാണ്, അറിഞ്ഞില്ലേ എനിക്ക് വാപ്പയുണ്ട്, എനിക്ക് വാപ്പയുണ്ട്, എന്റെ വാപ്പ മുഹമ്മദാ, എന്റെ വാപ്പ മുഹമ്മദാ, എന്റെ വാപ്പ മുഹമ്മദാ. മർത്യ സംസ്കാരത്തിനു മംഗലാർന്ന ജ്ഞാനത്തിൻ പാരമിരുളിൽ വീഴവേ ആ പാവന പ്രവാചകന്റെ തിരുനാൾ പുലരിയിൽ നമിക്കുന്നു നമോവാകം. പൽമന പാടുകയാണ്, രാമചന്ദ്രന്റെ സേർ കൂടിയാണ് ഞാൻ. ആ പ്രവാചകന്റെ കാൽപാദങ്ങളിൽ ശിരസ് നമിക്കുകയാണല്ലോ. ഹൈന്ദവനായ കവി എഴുതിയത് ഹദീസിലുള്ളതാ. ഹബീബിങ്ങളെ അവസാനിപ്പിക്കുകയാണ്. അത്തരം അനാഥ മക്കളാണിവിടെ. ഈ നിമിഷം വെറുതെയാകില്ല, ഈ സാന്നിധ്യം നഷ്ടമാകില്ല, ഈ സന്ദർഭം വെറുതെയാകില്ല. നമ്മുടെ ലൈഫിൽ ഇത് അടയാളപ്പെടുത്തും. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാൻ ദാരിമിസ്താദ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തങ്ക് വളരെ വൈകിയതുകൊണ്ട് പിന്നെ പറയാം. അതായത് ഒരു 18,000 റുപ്യ വെച്ച് പറഞ്ഞില്ലേ, നിങ്ങൾ മുമ്പിൽ ഇന്ന് കൊടുക്കണ്ട, നാളെ കൊടുക്കണ്ട, 1 വർഷം 12 മാസം നിങ്ങൾക്ക് അവധിയുണ്ട്. അതിലെപ്പോഴെങ്കിലും കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു 10,000 5,000 ഈ ഒരു കൊല്ലത്തിനിടയിൽ നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ്. അപ്പം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പറയട്ടെ. അതിനുവേണ്ടി പ്രസംഗിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ധരിച്ചാൽ നിങ്ങൾ കുറ്റകരായിരിക്കും. അസ്സലാമു അലൈക്കും. നിക്കാഹ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതുമാരനും അതുപോലെ കുട്ടിയുടെ വലിയും നമ്മളെ സ്റ്റേജിൽ വരണമെന്ന് അറിയിക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ ഫാദില കോഴ്സിൻ്റെ സന്നദ്ധാന കർമ്മം ബഹുമാനപ്പെട്ട
സെയ്ദ് എം പി കോയത്തങ്ങൾ നിർവഹിക്കും. അതും കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കാത്തവർ കഴിച്ചിട്ടേ പോകാവൂ എന്നും കൂടി അറിയിക്കും. ഹലോ, നിശ്ചയിക്കപ്പെട്ട വരൻ വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയ ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റി അവരുടെ ഖത്തീബുമാരുണ്ടെങ്കിൽ അവർ മാത്രം വേദിയിലേക്ക് വരും. 2 കല്യാണത്തിൻ്റെയും പെട്ടെന്ന് വരണം, സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഒരു ഖുത്ബയായിരിക്കും, 2 നിക്കാഹായിരിക്കും. പുതിയാപ്പിള ഏതെങ്കിലും ഒരാൾ ആദ്യം വാ. മങ്കര പുതിയാപ്പിള പേരെന്തായിരുന്നു? ഫസല് നിസ്കരിക്കാൻ പോയിക്ക. അതാ വന്നു ഫസല് നിന്ന്. ഈ കുട്ടിയുടെ വലിയ ഇതാ ഇങ്ങോട്ട് വാ. ആങ്ങളെയാണ് അല്ലേ? തപ്പലുണ്ടോ മോനെ? നിന്നത് ഉസ്താദിന്റെ നിങ്ങളുടെ മഹല്ലത്തെ ഖത്തീബും കമ്മിറ്റിക്കാരൊക്കെ എല്ലാം എവിടെ? ഖത്തീബ് ഇല്ല الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له
ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى آله البررة الخيرة الكرام. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح، فقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. وقال الصادق المصدوق صلى الله عليه وسلم من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي. ولقد عز من قائل صلوات الله وسلامه عليه تناكحوا وتناسلوا وتوالدوا فإني أباهي بكم الأمم يوم القيامة. أقول قولي هذا أستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സവ്വജതുക വഅൻകാതുക ബിൻതി ഹസ്ന ബിമഹരി ആദൽ ഹലിയ മിനദ്ദഹബ് ഖബിൽതു മിൻക നികാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരിൽ മദ്കൂർ. സവ്വജതുക വഅൻകാതുക ഉഖ്തി ഹസ്ന ബിമഹരി ആദൽ ഹലിയ മിനദ്ദഹബ് ഖബിൽതു മിൻക നികാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരിൽ മദ്കൂർ വറദീതു ബിഹി. എൻ്റെ സഹോദരി അസ്ന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു. താങ്കളുടെ സഹോദരി അസ്ന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെയും ഇണയാക്കി തന്നതിനെയും ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത പുതിയാപ്പിള വരൻ, അടുത്ത വരൻ കുട്ടിയുടെ രക്ഷിതാവും. പോകരുതട്ടോ, പോകരുതട്ടോ, നിങ്ങളെവിടെയും പോകരുതട്ടോ. ഇവിടെ നന്നായി ഇവിടെ കുട്ടിയുടെ രക്ഷിതാവ്. ഹലോ, കുട്ടിയുടെ നാട്ടിൽ നിന്ന് വന്ന സാക്ഷികൾ ആരാണ്? ഇവിടെ ഉണ്ടോ? ആ, നിങ്ങളെ സാക്ഷി ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. സാലിമല്ലേ? ഉറക്കനെ പറയട്ടാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു
വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഓർക്കനെ പറയാം. زوجتك وأنكحتك بنتي سالمة بمهر هذا الهدي قبلت منك نكاحها وتزويجها بهذا المهر المذعور.